وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. ومن يضلل الله فما له من ولي من بعده وترى الظالمين لما رأوا العذاب يقولون هل إلى مرد من سبيل. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു തആലയെ സൂക്ഷിച്ചുകൊണ്ടും അവൻ്റെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും കഴിവിൻ്റെ പരമാവധി പാലിച്ചും ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് അർഹതക്കനുസൃതമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മുടെ സമൂഹം വ്യത്യസ്തങ്ങളായിട്ടുള്ള തത്വശാസ്ത്രങ്ങളും ഐഡിയോളജികളും ഇസങ്ങളുമൊക്കെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുകയാണ്. മുൻപെന്നും നമ്മൾ കേട്ടിട്ടില്ലാത്ത, പലപ്പോഴും നമ്മുടെ ശീലിച്ച സംസ്കാരത്തിന് വിരുദ്ധമായ പുതിയ ചിന്താഗതികൾ നമ്മുടെ സമൂഹത്തിലെ പ്രത്യേകിച്ച് പുതിയ തലമുറ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഈ കൾച്ചറുകൾ, സംസ്കാരങ്ങൾ, അതിൻ്റെ കൈമാറ്റം യഥേഷ്ടം നടത്താൻ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് പാടില്ലാത്ത കാര്യമാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ, പഴയ കാലത്തിൽ നിന്ന് വ്യത്യസ്തമായി സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കുറെ കൂടി മുന്നോട്ടു പോയി ചിന്തിക്കാൻ സമൂഹത്തിന് സാധിക്കുന്നു. പഴയ അവസ്ഥയിലല്ല സ്ത്രീകളുടെ ജീവിതം. അവർ കുറേയൊക്കെ സ്വതന്ത്രമായും ശാക്തീകരിക്കപ്പെട്ടും മുന്നോട്ടു പോകുന്നു. പക്ഷേ അപ്പോൾ തന്നെ നമ്മൾ കാണുന്നു സ്ത്രീ വിരുദ്ധമായ സ്ത്രീ പക്ഷപാതങ്ങളെപ്പറ്റി. അവിടെയാണ് ഒരു വിശ്വാസി അല്ലെങ്കിൽ ഒരു വിശ്വാസിനി തനിക്ക് മുൻപിലുള്ള തൻ്റെ സ്വത്വവുമായി ബന്ധപ്പെട്ട് സമൂഹത്തിൽ നിലനിൽക്കുന്ന ഇസങ്ങളോട് എല്ലാം ചാടി അതിലേക്ക് കയറി വീഴാൻ ഒരു വിശ്വാസിന് പാടില്ല, അല്ലെങ്കിൽ ഒരു വിശ്വാസി പാടില്ല. പഠിക്കണം. കാരണം അള്ളാഹുവും റസൂലും പഠിപ്പിച്ച സംസ്കാരത്തിന് വിരുദ്ധമായ സംസ്കാരങ്ങൾ നമ്മിലേക്ക് കടന്നു വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതിന് ഖുർആൻ എന്ത് പറഞ്ഞു?
ഹദീസുകൾ എന്ത് പറഞ്ഞു, എൻ്റെ മതം, എൻ്റെ ദീൻ എന്ത് പഠിപ്പിക്കുന്നു ഓരോ വിഷയങ്ങളിലും എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞു വരുന്നത്, പുതിയ തലമുറയെ ഏറെ സ്വാധീനിച്ചിട്ടുള്ള ഇസങ്ങളിൽ തത്വചിന്തകളിൽപ്പെട്ടതാണ് ഹാം പ്രിൻസിപ്പിൾ എന്ന് നമ്മൾ പറയും. ഹാം പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ മറ്റൊരാൾക്ക് ദോഷമില്ലാത്ത എൻ്റെ എല്ലാ ഇഷ്ടങ്ങളും സുഖങ്ങളും രസങ്ങളും എനിക്ക് ആസ്വദിക്കാം. അത് തടയാൻ ഭരണകൂടമോ സമൂഹമോ മാതാപിതാക്കളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഏജൻസികളോ അതിലിടപെടാൻ പാടില്ല. ആകെ നമുക്ക് അതിൽ പ്രശ്നമുള്ളതെന്താ? മറ്റൊരാൾക്ക് ഉപദ്രവം ഉണ്ടാകരുത്. എൻ്റെ ചെയ്തി മൂലം വേറൊരാൾക്ക് ഉപദ്രവം ഉണ്ടായാൽ സ്റ്റേറ്റിന് ഇടപെടാം, സമൂഹത്തിന് ഇടപെടാം. അതല്ലാത്ത എൻ്റെ എല്ലാ ഇഷ്ടങ്ങളും എൻ്റെ സ്വാതന്ത്ര്യമാണ്, അതിനെ തടയാനും തടുക്കാനും ഒരാൾക്ക് അവകാശമില്ല. ഈ ചിന്താഗതി പുതിയ തലമുറയെ കാര്യമായി സ്വാധീനിച്ചു കൊണ്ടിരിക്കുകയാണ്. 1950കളിലാണ് പിന്നെ അമേരിക്കയിലെ ഇംഗ്ലീഷ് തത്വചിന്തകനും സാമ്പത്തിക ശാസ്ത്രജ്ഞനുമായിട്ടുള്ള ജോൺ സ്റ്റുവർട്ട് മിൽ അദ്ദേഹത്തിൻ്റെ ഓൺ ലിബർട്ടി എന്ന് പറയുന്ന ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുകയും അതിലൂടെയാണ് ഈ ആശയം യൂറോപ്പിൽ വ്യാപകമായത്. അവിടെ നിന്ന് ഈ പുതിയ കാലഘട്ടത്ത് നമ്മുടെ കൊച്ചു കേരളത്തിൽ പോലും ഈമാനെപ്പറ്റി ബോധമുള്ള, ഇസ്ലാമിനെപ്പറ്റി ബോധമുള്ള നമ്മുടെ സന്താനങ്ങൾ പോലും ഈ തത്വശാസ്ത്രത്തെപ്പറ്റി, ഈ ഐഡിയോളജിയെപ്പറ്റി സംസാരിക്കുകയും അത് തങ്ങളുടെ ജീവിത വീക്ഷണമായി സ്വീകരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇത് എന്താണ് പ്രത്യക്ഷത്തിൽ നമുക്ക് വല്ല പ്രശ്നം തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് ഉപദ്രവമില്ലെങ്കിൽ എൻ്റെ എല്ലാ ഇഷ്ടങ്ങളും ചെയ്യാൻ എനിക്ക് സ്വാതന്ത്ര്യം വേണം. അത് എൻ്റെ ശരീരത്തിനെതിരാകാം, അത് നിങ്ങൾ ഇടപെടേണ്ട ആവശ്യമില്ല. അത് എനിക്ക് പേഴ്സണലായിട്ട് ദോഷം ഉണ്ടാക്കാം. ഞാൻ പിന്നെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു, നിങ്ങൾക്ക് ഉപദ്രവമില്ലാത്ത കാലത്തോളം നിങ്ങൾക്ക് അതിൽ ഇടപെടാൻ പറ്റില്ല. ആ മയക്കുമരുന്ന് ഉപയോഗിക്കുക എന്നത് എൻ്റെ ശരീരത്തിന് കേടാണോ? അത് നിങ്ങൾ അറിയണ്ട. എൻ്റെ വളർച്ചയ്ക്കും വികാസത്തിനും എതിരാണോ? അത് നിങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല. നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടായോ? നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടായാൽ നിങ്ങൾക്ക് ഇടപെടാം. അതല്ലാതെ പിന്നെ വ്യക്തിയുടെ ശരീരത്തിനും ധാർമ്മിക ബോധത്തിനുമൊക്കെ അപ്പുറമാണ് വ്യക്തിയുടെ ഹാപ്പിനെസ് എന്നുള്ളത്, അവൻ്റെ സന്തോഷം എന്നുള്ളത്. ഈ ഒരു തിയറിയാണ് കുട്ടികളുടെ മനസ്സിനെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്നത്. ലിബറലിസത്തിൻ്റെ അടിസ്ഥാന ശിലയായി വർത്തിക്കുന്ന ഒരു തത്വമായിട്ട് ഇതിനെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നിന്നാണ് ലിബറലിസം അതിൻ്റെ കാഴ്ചപ്പാടുകളിലേക്ക് വളർന്നു വന്നത്. നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് സ്വാധീനിച്ചുകൊണ്ടിരിക്കുക. അല്ല, ഇതും ഖുർആനും ഹദീസും തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ടോ? ഇത് മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിന്, ഇതിനെ എതിർത്താൽ സ്വാതന്ത്ര്യത്തെ എതിർത്തത് എന്ന് പറയാൻ പറ്റുമോ? പ്രത്യേകിച്ച് നമ്മുടെ ടീനേജുകാരായിട്ട് ഈ പള്ളിയിൽ ഈ ശബ്ദം കേൾക്കുന്ന ആളുകൾ മനസ്സിലാക്കുക. പ്രായമുള്ള ആളുകളെ സംബന്ധിച്ച് ഈ പറയുന്ന കാര്യങ്ങൾ അവർക്കൊരു ധാരണയുണ്ടാകും ജീവിതാനുഭവങ്ങൾ കൊണ്ട്. അല്ലെങ്കിൽ അവർ ഇത്രയും കാലം ജീവിച്ച ഒരു കൾച്ചറിൽ നിന്ന് ഇനി പെടുന്ന ഒരു മാറ്റം അവർക്ക് സാധ്യമാവൂല. പക്ഷെ പുതിയ തലമുറ അങ്ങനെയല്ല, അവർ മാറിക്കഴിഞ്ഞിരിക്കുന്നു. എൻ്റെ ഇഷ്ടവും സ്വാതന്ത്ര്യവും എൻ്റെ സുഖത്തിൻ്റെയും കാര്യത്തിൽ എന്തിനാണ് എൻ്റെ വാപ്പയും ഉമ്മയും ഇടപെടുന്നത്? എന്തിനാണ് എൻ്റെ സമൂഹം ഇടപെടുന്നത്? എന്തിനാണ് എൻ്റെ രാജ്യം ഇടപെടുന്നത്, നിയമം ഇടപെടുന്നത്? നിങ്ങൾക്ക് ഉപദ്രവമില്ലാത്ത എൻ്റെ സുഖങ്ങൾ ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് അവകാശമില്ല എന്ന് പറഞ്ഞാൽ അത് വിശാലമാണ് ആ സുഖാനുഭവങ്ങളുടെ ലോകം. ഹാം പ്രിൻസിപ്പിൾ ഈ ഒരു തത്വത്തിലേക്കാണ് നമ്മളെ കൊണ്ടുവരുന്നത്. വിശുദ്ധ ഖുർആൻ നേർക്ക് നേരെ വിശുദ്ധ ഖുർആനുമായി ഏറ്റുമുട്ടുന്ന ഒരു തിയറിയാണ് ഇത്. നേർക്ക് നേരെ വിശുദ്ധ ഖുർആനെ വെല്ലുവിളിക്കുന്ന, ഖുർആന്റെ എതിർപാതയിലേക്ക് പോകുന്ന ഒരു തിയറിയാണിത്, ഒരു ഐഡിയോളജിയാണിത്. ഇത് പുരോഗമനം എന്ന് പറഞ്ഞ്, ഇതാണ് പുതിയ കാലത്തിന്റെ ചിന്ത എന്ന് പറഞ്ഞ്, പുതിയ ജനറേഷന്റെ കാഴ്ചപ്പാട് എന്ന് പറഞ്ഞ് ഇതിനെ വെള്ളപൂശാൻ വിശ്വാസമുള്ള ആളുകൾക്ക് സാധ്യമല്ല. എന്തുകൊണ്ട് ഞാനത് പറഞ്ഞു? എന്തുകൊണ്ടത് പറഞ്ഞു? വിശുദ്ധ ഖുർആൻ പറയുന്നു, സൂറത്തു റൂമിന്റെ 29-ാമത്തെ ആയത്ത് നിങ്ങൾ പരിശോധിക്കുക. സൂറത്തു റൂമിന്റെ 29-ാമത്തെ ആയത്ത്, ആ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചില പാപികളെപ്പറ്റി, മഹാപാപികളെപ്പറ്റി
റബ്ബ് സുബ്ഹാനഹു വതആല പരിചയപ്പെടുത്തി. എന്താ? ബലിത്തബഅല്ലദീന ളലമു അഹ്വാഅഹും ബിഗൈരി ഇൽം. അവർ പിൻപറ്റി, എന്നാൽ അവർ പിൻപറ്റി അല്ലദീന ളലമു, അക്രമം ചെയ്ത ആളുകൾ, അക്രമികളായിട്ടുള്ള ആളുകൾ പിൻപറ്റി, അഹ്വാഅഹും, അവരുടെ സ്വന്തം ഇച്ഛകളെ പിൻപറ്റി, ബിഗൈരി ഇൽം, അല്ലാഹുവിൽ നിന്നുള്ളൊരു അറിവ് ലഭിക്കാതെ, അറിവില്ലാതെ സ്വന്തം ഇച്ഛകളെ പിൻപറ്റി ആ അക്രമികൾ, അല്ല പറയാ, ആ അക്രമികളുടെ പ്രശ്നം എന്താ? അവർ ഈ ഹാം പ്രിൻസിപ്പിൾ സ്വീകരിച്ചു എന്നാണ് പുതിയ ഭാഷയിൽ നമ്മൾ പറഞ്ഞാൽ. സ്വന്തം ഇച്ഛകളെ എന്ത് ചെയ്തു? ഇത് പാടുണ്ടോ പാടില്ലേ എന്ന് നോക്കാതെ പിൻപറ്റി. സ്വന്തം ഇഷ്ടങ്ങളെ, വ്യക്തി സ്വാതന്ത്ര്യത്തെ താൻ ആസ്വദിക്കാൻ തീരുമാനിച്ചു. അല്ലാഹുവോ റസൂലോ എന്റെ നിയമമോ എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാതെ, അതിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കാതെ സ്വന്തം ഇച്ഛകൾക്ക് പുറകിൽ പോയി. ഫമൻ യഹ്ദി മൻ അളല്ലല്ലാഹ്, ആരാണ് അല്ലാഹു സുബ്ഹാനഹു വതആല വഴി പിഴപ്പിച്ചവനെ ഹിദായത്ത് കൊടുക്കാൻ, സന്മാർഗത്തിലാക്കാൻ ആരാണുള്ളത്? വമാലഹും മിൻ നാസിരീൻ, അവർക്കൊരു സഹായകനെയും കണ്ടെത്തൂല. റബ്ബ് സുബ്ഹാനഹു വതആല പറയാം, പടച്ചോൻ വഴി പിഴപ്പിച്ചവനാണ് ആര്? എന്റെ ഇഷ്ടത്തിനെ ഞാൻ ജീവിക്കൂന്ന് തീരുമാനിച്ചവൻ, എന്റെ താല്പര്യത്തിനൊത്തേ ഞാൻ തീരുമാനിക്കൂ എന്ന് പറഞ്ഞവൻ, എന്റെ ലിബർട്ടിക്കനുസരിച്ച് ഞാൻ മുന്നോട്ട് പോകൂ എന്ന് തീരുമാനിച്ചവൻ, അവൻ ആരാണ്? വഴി കെട്ടവനാണ്. അല്ലദീന ളലമു, അക്രമികളാണവർ. അല്ലാഹു പറഞ്ഞത് അക്രമികളാണ്. ഇനി വീണ്ടും വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഖസസിന്റെ 50-ാമത്തെ ആയത്ത് നിർത്തുന്നു. സൂറത്തുൽ ഖസസിന്റെ 50-ാമത്തെ ആയത്ത് അല്ലാഹു പറയുന്നു, വമൻ അദല്ലു, ഏറ്റവും വഴിപിഴച്ചവൻ ആരുണ്ട്? അല്ലാഹുവിന്റെ ചോദ്യ, ഏറ്റവും വഴിപിഴച്ചവൻ ആരുണ്ട്? മിമ്മനിത്തബഅ ഹവാഹു ബിഗൈരി ഹുദം മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്നുള്ള ഹുദയില്ലാതെ, ഗൈഡൻസ് ഇല്ലാതെ, സന്മാർഗമില്ലാതെ സ്വന്തം ഇച്ഛകളെ എന്തിനെ പിൻപറ്റി? ഹവാഹു, അവന്റെ ഇച്ഛയെ, ഹവ ഇച്ഛയെ, ഞാൻ എൻ്റെ ഇഷ്ടത്തെ പിൻപറ്റി. അതുകൊണ്ട് ഞാൻ വലിയ അക്രമിയായി, വലിയ വഴികെട്ടവനായി. അല്ലാഹു സുബ്ഹാനഹു വതആല പറയാ, പ്രശ്നം എന്താ? ബിഗൈരി ഹുദം മിനല്ലാഹ്, പടച്ചവനിൽ നിന്നുള്ള ഗൈഡൻസ് ഇല്ലാതെയാണ് സ്വന്തം ആഗ്രഹങ്ങളെ പിൻപറ്റിയത്, ഇച്ഛയെ പിൻപറ്റിയത്, പിന്നെ ഹവയെ, ശഹവത്തിനെ പിൻപറ്റിയത്, സ്വന്തം ഇച്ഛക്കൊപ്പിച്ച് ജീവിച്ചു എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നിയതുപോലെ ഞാൻ ജീവിക്കുന്നു തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിക്കുന്നവരാണ് ഏറ്റവും വലിയ വഴികെട്ടവൻ. അല്ലാഹു പറയും, ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ, അക്രമികളായ ജനതയെ അല്ലാഹു സുബ്ഹാനഹു വതആല സന്മാർഗത്തിലാക്കില്ല. രണ്ടായത്താണ്. സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ തീരുമാനിച്ചാൽ, സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ തീരുമാനിച്ചാൽ ഇസ്ലാമിന്റെ, ഈമാനിന്റെ മാർഗത്തിൽ നിന്ന് പുറത്തു പോകും. നമുക്കെങ്ങനെ ജീവിക്കാൻ പറ്റൂ? നമ്മളെ ഇഷ്ടങ്ങളും അള്ളാഹുവിന്റെ നിയമവും നോക്കണം. പടച്ചവന്റെ നിയമത്തിന് വിരുദ്ധമായ ഇഷ്ടങ്ങളുണ്ടെങ്കിൽ ആ ഇഷ്ടങ്ങളെ ഉപേക്ഷിക്കണം. അതാണ് ദീൻ. അല്ലാതെ എന്റെ എല്ലാ ഇഷ്ടവും പൂവണിക്കാൻ നടക്കുന്ന സമ്മതം തരുന്ന ദർശനാണ് മനുഷ്യനെ ഉൾക്കൊണ്ട ദർശനം. എനിക്ക് തോന്നിയ പോലെ ജീവിക്കാൻ അവകാശം വകവെച്ച് തരുന്ന മതമാണ് മാനവികതയുടെ മതം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സുന്ദരമായി വെള്ളപൂശി കൊണ്ടു നടക്കും. ഏതിനെ? ഒരാൾക്ക് അയാളെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഇസ്ലാം സമ്മതിച്ചിട്ടില്ല. ശരിക്കും നമ്മൾ മനസ്സിലാക്കിക്കോ, സമ്മതിച്ചിട്ടില്ല. എന്റെ ഇഷ്ടത്തിന് ഞാൻ ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവരുതെന്ന് മാത്രം, നിങ്ങളെ ഡയറക്റ്റ് ഉപദ്രവിക്കരുതെന്ന് മാത്രം. എനിക്ക് പരസ്യമായി മദ്യപിക്കാം, ഈ റോട്ടിലിരുന്ന് എനിക്ക് പരസ്യമായിട്ട് മദ്യപിക്കാം, നിങ്ങൾക്ക് തടുക്കാൻ വരാൻ പറ്റില്ല. പക്ഷേ മദ്യപിച്ച് ഞാൻ വാഹനം ഓടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തടയാം, കാരണം നിങ്ങളെ കൂടി ബാധിക്കും. ഈ പ്രിൻസിപ്പിളിലാണ് പുതിയ തലമുറ, വിശ്വാസികളുടെ സമൂഹം, പുതിയ തലമുറ പോകുന്നത്. ഇതിന്റെ പുറകിലാണ്. വിശുദ്ധ ഖുർആനുമായി നേർക്ക് നേരെ സംഘട്ടനത്തിൽ, വിശുദ്ധ ഖുർആന്റെ ഈമാനിക കാഴ്ചപ്പാടിനെ നേർക്ക് നേരെ എതിർക്കുന്ന കാഴ്ചപ്പാട്. അല്ലാഹു സുബ്ഹാനഹു വതആല അക്രമി, വഴികെട്ടവൻ എന്നാണ് രണ്ടായത്തുകളിലൂടെ അവർ അഭിസംബോധന ചെയ്തത്. അല്ലദീന ളലമു,
അക്രമം ചെയ്ത കൂട്ടർ. വമൻ അദല്ലു, ഏറ്റവും വഴികെട്ടവൻ. ഈ രണ്ട് പ്രയോഗമാണ് ആരെപ്പറ്റി പറഞ്ഞത്? വേറെ ഒന്നും ചെയ്തിട്ടില്ല, സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ചു. സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച്. നമ്മൾ മനസ്സിലാക്കിക്കോ, നമ്മളെ സംബന്ധിച്ച് സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ സ്വാതന്ത്ര്യമുള്ളവരല്ല ഒരാളുമല്ല. ഒരു മതത്തിന്റെ ആളുകൾക്കില്ല, ഒരു ദർശനത്തിന്റെ ആളുകൾക്കുമില്ല. അങ്ങനെ മനുഷ്യൻ സ്വതന്ത്രമായി ജീവിച്ചാൽ അത് വലിയ പ്രശ്നങ്ങളുണ്ടാക്കും, വലിയ പ്രശ്നങ്ങളുണ്ടാക്കും. നിയമമില്ലാതെ, നിയന്ത്രണങ്ങളില്ലാതെ മനുഷ്യനെ ജീവിക്കാൻ അനുവദിക്കാൻ പാടില്ല എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. നമ്മളെ അനുഭവം അതാണ്. നിയന്ത്രണങ്ങൾ പാലിക്കാത്തതിന്റെ, നിയമങ്ങൾ പാലിക്കാത്തതിന്റെ യാതനകളെ പറ്റിയാണല്ലോ ഫലസ്തീനിൽ, ഇസ്രായേലിൽ നിന്ന് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്താ അവിടെ പ്രശ്നം? നമ്മൾ സംസാരിക്കുന്നു അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കണം, അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കണം, നിർദ്ദേശങ്ങൾ പാലിക്കണം എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു. കാരണം എന്താ? മനുഷ്യൻ ജീവിക്കണോ? നിയമങ്ങൾ പാലിക്കണം. നിയമം പാലിക്കാതെ ജീവിച്ചാൽ ഇസ്രായേലിന് അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം, ഇസ്രായേലിന് അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം എന്ന് പറയുന്നത് പോലെ തന്നെയാണ് മാനവിക ജീവിതത്തിൽ നിയമങ്ങളെയും നിയന്ത്രണങ്ങളെയും നമ്മൾ എടുത്തു മാറ്റിയാൽ സംഭവിക്കാൻ പോകുന്നത്. ഇനി നോക്കൂ, വിശുദ്ധ ഖുർആൻ വലിയ പാപികളായി പറഞ്ഞതും ഇവരെ തന്നെയാണ്. വലിയ പാപികളായി പഠിപ്പിച്ചതും ആരെയാണ്? ഇങ്ങനെ സ്വന്തം ഇഷ്ടത്തിന് അനുസരിച്ച് ജീവിക്കുന്ന ആളുകളെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അവരോട് അറിയിച്ചു, വമൻ യക്സിബ് ഇസ്മൻ, ആരെങ്കിലും പാപം സമ്പാദിക്കുകയാണെങ്കിൽ ഫഇന്നമാ യക്സിബുഹു അലാ നഫ്സിഹി, അത് അവന്റെ സ്വന്തം ഉത്തരവാദിത്വത്തിലാണ്. അല്ലാഹു പറയാ, അവന്റെ സ്വന്തമാണ്, അവന്റെ മേലാണ്, അവന്റെ ആ സമ്പാദ്യം അവന്റെ മേലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, ഞാനൊരു പാപം സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ സ്വന്തം ഉത്തരവാദിത്വത്തിലാണ്, സ്വന്തം ഉത്തരവാദിത്വത്തിലാണ്. ഇന്നഹു മൻ യഅതി റബ്ബഹു മുജ്രിമൻ. ഇനി ഇതൊക്കെ പറഞ്ഞ് ദുനിയാവിൽ സ്വാതന്ത്ര്യത്തെപ്പറ്റി സംസാരിച്ച്, ലിബർട്ടിയെ പറ്റി സംസാരിച്ച്, നമ്മളിങ്ങനെ സംസാരിച്ച് മനുഷ്യന്റെ വ്യക്തിപരമായ ഇഷ്ടങ്ങളെ ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശം കൊടുക്കാതെ നമ്മൾ ജീവിച്ച് നമ്മൾ കുറെ പാപം സമ്പാദിക്കും. പടച്ചവന് വെറുപ്പുള്ള കുറെ ഇഷ്ടങ്ങൾ ജീവിതത്തിലൂടെ കടന്നു പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വെറുപ്പുള്ള, പൊരുത്തമില്ലാത്ത ഇഷ്ടങ്ങൾ എന്റെ വ്യക്തി ജീവിതത്തിൽ വരും. നമ്മൾ ഇഷ്ടങ്ങളെപ്പറ്റി നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള, പൂതിയുള്ള കാര്യങ്ങളെപ്പറ്റി നമ്മൾ ആലോചിച്ചു നോക്കൂ. ആ കാര്യങ്ങളൊക്കെ പടച്ചവൻ പൊരുത്തപ്പെടാൻ പോകുന്നതാണോ? ഒരാണും പെണ്ണും ആലോചിക്കുക. അവന് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല, പക്ഷെ ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ എല്ലാം അള്ളാഹു പൊരുത്തപ്പെടുന്നതാണോ? എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുവദിച്ചു തന്നതാണോ? നമ്മൾ സ്വയം ആലോചിക്കൂ. അങ്ങനെ നമ്മുടെ ഇഷ്ടങ്ങൾക്കൊത്ത് നമ്മൾ ജീവിച്ചാൽ അള്ളാഹ് പൊരുത്തപ്പെടാത്ത ഇഷ്ടങ്ങൾ അതിൽ നിറവേറ്റപ്പെടും. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാ, ഇന്നഹു മൻ യഅതി റബ്ബഹു മുജ്രിമൻ, പടച്ചവനെ പാപിയായിട്ട് കണ്ടുമുട്ടിയാൽ ഫഇന്ന ലഹു ജഹന്നം, അവനെ അള്ളാഹു സുബ്ഹാനഹു വ തആല കത്തിജ്വലിക്കുന്ന നരകത്തിലേക്ക് അയച്ചുവിടും. ലാ യമൂതു ഫീഹാ വലാ യഹ്യ, ആ നരകത്തിലുണ്ടല്ലോ അവൻ ജീവിക്കുകയുമില്ല, മരിക്കുകയുമില്ല. ജീവിതം എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ ഒരു ഡെഫിനിഷൻ ഉണ്ട്, അത് ആ നരകത്തിൽ അവൻ അനുഭവിക്കാൻ പറ്റില്ല. മരണമെന്ന് പറഞ്ഞാൽ മരണത്തിന്റെ ഒരു നിർവചനമുണ്ട്, ആ നിർവചനവും അവിടെ ഉണ്ടാവില്ല. ജീവിതവും മരണവുമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു ജീവിതത്തിലായിരിക്കും അവൻ പോവുക. അതല്ല പറഞ്ഞത്, അവിടെ ലാ യമൂതു ഫീഹാ വലാ യഹ്യ, അവൻ ജീവിക്കാനും പോണില്ല, മരിക്കാനും പോകുന്നില്ല. നിരന്തരമായ ശിക്ഷ അവൻ അനുഭവിച്ചു കൊണ്ടിരിക്കും. എന്താ ചെയ്തിട്ടുള്ളൂ? ഞാൻ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ചു. എന്നോട് പുതിയ ഹാം പ്രിൻസിപ്പിൾ പഠിപ്പിച്ചു തന്നു, ലിബറലിസം പഠിപ്പിച്ചു തന്നു, ഹ്യൂമനിസം പഠിപ്പിച്ചു തന്നു, ഫെമിനിസം പഠിപ്പിച്ചു തന്നു. എല്ലാ ഇസങ്ങളും എനിക്ക് എൻ്റെ സാമൂഹിക അന്തരീക്ഷത്തെ നിയന്ത്രിച്ചുകൊണ്ട് എൻ്റെ മനസ്സിൽ ചിന്തകൾ ഇട്ട് തന്നു. വ്യക്തി സ്വാതന്ത്ര്യമാണ് പ്രധാനം, വ്യക്തിയുടെ താല്പര്യമാണ് പ്രധാനം. വ്യക്തിക്ക് എങ്ങനെ ജീവിക്കാൻ തോന്നുന്നു അങ്ങനെ ജീവിക്കാൻ സ്വാതന്ത്ര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താ?
സ്വന്തം ഇച്ഛക്കനുസരിച്ച് ജീവിച്ചവനേക്കാൾ വഴികെട്ടവൻ ആരുണ്ട്? അല്ല ചോദിച്ചത് അതാ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല പറയാണ്, ആ ആളുകൾ ജീവിക്കട്ടെ, അവരങ്ങനെ ദുനിയാവിൽ ജീവിക്കട്ടെ. എന്നിട്ട് അല്ലാഹുവിനെ അവർ കണ്ടുമുട്ടും. വഅമ്മല്ലദീന ഫസഖൂ ഫമഅവാഹുമുന്നാർ. അല്ലാഹുവിനോട് അക്രമം ചെയ്ത ആളുകൾ, വഅമ്മല്ലദീന ഫസഖൂ, അതിക്രമം പ്രവർത്തിച്ചവർ, ക്രമം തെറ്റിച്ചവർ. ഫസഖൂ എന്ന് പറഞ്ഞാൽ ഫാസിഖ് എന്നാണ്. ഫസഖൂ എന്ന് പറഞ്ഞാൽ അതിർത്തി വരമ്പുകൾ ലംഘിച്ചവർ എന്നതിന്റെ അർത്ഥം. അല്ലാഹു സുബ്ഹാനഹു തആല ഒരു ബൗണ്ടറി വരച്ചിട്ടുണ്ട്. ധാർമ്മിക ജീവിതത്തിന്റെയും അധാർമിക ജീവിതത്തിന്റെയും ഇടയിൽ അവനൊരു ബൗണ്ടറി വരച്ചിട്ടുണ്ട്. ആ ബൗണ്ടറി ലംഘിച്ചവർ, അതിൽ പിന്നെ മുറിച്ചു കടന്നവർ, വഅമ്മല്ലദീന ഫസഖൂ, അങ്ങനെ അക്രമം പ്രവർത്തിച്ച ആളുകൾ, ഫമഅവാഹുമുന്നാർ, അവരുടെ കേന്ദ്രം എന്താ? അവരുടെ സങ്കേതം ഏതാണ്? നരകമാണ്. കുല്ലമാ അറാദു അൻ യഖ്റുജൂ മിൻഹാ, ആ നരകത്തിൽ വന്ന് വീഴുമ്പോ, നരകത്തിൽ കിടക്കുന്നുണ്ട്, പണി എന്താണെന്നറിയോ? കുല്ലമാ അറാദു അൻ യഖ്റുജൂ മിൻഹാ, എപ്പോൾ അതിൽ നിന്നൊന്ന് ഓടി രക്ഷപ്പെടാനുള്ള പരിശ്രമവുമായി അവൻ പഴുതുകൾ അന്വേഷിച്ച് നടക്കും. സഹിക്കാൻ കഴിയാത്ത, അവന് താങ്ങാൻ കഴിയാത്ത ശിക്ഷ അനുഭവിക്കുമ്പോൾ അവിടെ നിന്ന് രക്ഷയുടെ കവാടങ്ങൾ നോക്കി അവനങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. ആ സമയത്ത് വീണ്ടും കവാടങ്ങളിൽ നിന്ന് അവനെ പിടിച്ച് നരകത്തിലേക്ക് തള്ളിയിടും. വഖീല, എന്നിട്ട് അവനോട് പറയും, വഖീല ലഹും, അവരോട് പറയും, ദൂഖൂ, നിങ്ങൾ ആസ്വദിച്ചുകൊള്ളൂ, നിങ്ങൾ രുചിച്ചുകൊള്ളൂ, അദാബന്നാർ, അദാബന്നാർ, നരകത്തിന്റെ ശിക്ഷ നിങ്ങൾ അനുഭവിച്ചോ. ഏത് നരകത്തിൻ്റെത്? അല്ലദീ കുൻതും ബിഹി തുകദ്ദിബൂൻ, ദുനിയാവിൽ നീ കളവാക്കിയ നരകം. എന്ത് നരകം? പഴങ്കഥ, അത് പൂർവികരുടെ കെട്ടുകഥ. പരിഷ്കൃത സമൂഹത്തിന്, ആധുനിക സമൂഹത്തിന് എന്ത് നരകം, എന്ത് സ്വർഗം എന്ന് ചോദിച്ച് നീ നിഷേധിച്ച് കളവാക്കി കളിയാക്കിയ നരകണ്ടല്ലോ, ആ നരകത്തിന്റെ നിനക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ആ ശിക്ഷ നീ അനുഭവിച്ചുകൊള്ളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല അവരോട് പറഞ്ഞുകൊണ്ടേ ഇരിക്കും. മാത്രമല്ല, ഞാൻ ആമുഖമായി ഓതിവെച്ച ആയത്ത്, നരകത്തിൽ കിടക്കുന്ന ആളുകളുടെ അവസ്ഥ അല്ലാഹു സുബ്ഹാനഹു തആല വിശദീകരിക്കുക. വമൻ യുദ്ലിലില്ലാഹു ഫമാ ലഹു മിൻ വലിയ്യിൻ മിൻ ബഅദിഹി, അല്ലാഹുവിന് ശേഷം അവർക്ക് ആ വഴികെട്ട ആളുകൾ, അല്ലാഹു വഴികേടിലാക്കിയ ആളുകൾ, അവർ പിന്നെ പടച്ചവന് പുറമെ ഒരു സഹായകനെയും കണ്ടെത്തില്ല. വതറല്ലാലിമീന ലമ്മാ റഅഉൽ ഹദാബ്, ളാലിമീങ്ങൾ, അക്രമികൾ, ശിക്ഷ അങ്ങനെ അവരുടെ മുമ്പിൽ കൊണ്ടുവരപ്പെടും. ശിക്ഷ അവർക്ക് മുമ്പിൽ എത്തുന്ന സമയത്ത് യഖൂലൂന, അവർ പറയും, ഹൽ ഇലാ മറദ്ദിൻ മിൻ സബീൽ, ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ഒരു പഴുതുമില്ലല്ലോ, ഒരു മടങ്ങിപ്പോക്കിന് ഒരു അവസരവുമില്ലല്ലോ എന്ന് വിലപിച്ചുകൊണ്ടേ ഇരിക്കും. എന്നിട്ട് റബ്ബ് സുബ്ഹാനഹു തആല പറയാ, വതറാഹും യുഅറദൂന അലൈഹാ ഖാശിഈന മിനദ്ദുൽ, അവരെ നിനക്ക് കാണാം, യുഅറദൂന, പ്രദർശിപ്പിക്കപ്പെട്ടവരായിട്ട് കാണാം, അലൈഹ, ആ നരകത്തിന്റെ മുൻപിൽ അടുക്കൽ പ്രദർശിപ്പിക്കപ്പെട്ടവരായിട്ട്, ഖാശിഈന മിനദ്ദുൽ, നിന്ദ്യത കൊണ്ട് മുഖം കുനിഞ്ഞവരായി, നിന്ദ്യത കൊണ്ട് നാണം കെട്ടവരായി നിനക്കവരെ കാണാം. യൻദുറൂന മിനത്തൊർഫിൻ ഖഫീ, അവർ നോക്കുക പകുതിയടഞ്ഞ കണ്ണുകളിലൂടെയാണ്, മിഴി കൂപ്പിയാണ് അവർ നോക്കുക. നേരെ ചൊവ്വെ നരകത്തെ ഒന്ന് നോക്കാൻ കഴിയാത്ത വിധത്തിൽ ഇടക്കണ്ണിട്ട് നരകത്തെ നോക്കി പേടിച്ചരണ്ട് ശിക്ഷ ഏറ്റുവാങ്ങാൻ പോകുന്ന സമയം അവർ ഇങ്ങനെ സത്യവിശ്വാസികൾ കാണാണ്. വ്യഭിചരിക്കാൻ മോഹമുണ്ടായി, പക്ഷേ അങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന് അല്ലാഹു പറഞ്ഞു. മദ്യപിക്കാൻ ആഗ്രഹമുണ്ടായി, ചെയ്യരുതെന്ന് അല്ലാഹു പറഞ്ഞു. അതുപോലെ തന്നെ എല്ലാ തോന്നിവാസങ്ങളും എല്ലാ വേണ്ടാവൃത്തികളും ചെയ്യാൻ പൂതിയുണ്ടായി. സമൂഹത്തിൽ പലരും ചെയ്തുകൊണ്ടിരുന്നു, പലരും ക്ഷണിച്ചു. അപ്പോഴെല്ലാം എന്റെ റബ്ബ് അത് കാണില്ലേ, അവൻ ശിക്ഷിക്കില്ലേ, അവൻ ചോദ്യം ചെയ്യില്ലേ എന്ന ഒരു ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം
ഇച്ഛകൾ മാറ്റിവെച്ചവർ, പൂതികൾ മാറ്റിവെച്ചവർ, അവർ ഈ നരകത്തിന് മുമ്പിൽ ശിക്ഷ ലഭിക്കുന്നതിന് മുമ്പ് അള്ളാഹു പ്രദർശിപ്പിക്കുന്നു ഈ അക്രമികളെ. അവരെ കാണും. വഖാലല്ലദീന ആമനൂ, ആ സമയത്ത് അത് കാണുന്ന വിശ്വാസികൾ പറയും, ഇന്നൽ ഖാസിരീനല്ലദീന ഖസിറു അൻഫുസഹും വഅഹ്ലീഹിം യൗമൽ ഖിയാമ. നിശ്ചയമായും നഷ്ടക്കാരെന്ന് പറഞ്ഞാൽ ആരാണെന്നറിയുമോ? ഖിയാമത്ത് നാളിൽ സ്വന്തം ശരീരവും സ്വന്തം കുടുംബവും നഷ്ടപ്പെട്ടു പോയവർ തന്നെയാണ് നഷ്ടക്കാർ. അലാ ഇന്നൽ-ളാലിമീന ഫീ അദാബിൻ മുഖീം. നിശ്ചയമായിട്ടും അറിഞ്ഞേക്കുക, ളാലിമീങ്ങൾ മുഖീമായിട്ടുള്ള ശിക്ഷയിലാണ്. മുഖീം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഒഴിവില്ലാത്ത, റെസ്റ്റില്ലാത്ത, ഇടതടവില്ലാത്ത ശിക്ഷയിലാണ്. ആര്? ളാലിമീങ്ങൾ, അക്രമികൾ, ക്രമം തെറ്റിച്ചവർ, ചെയ്യാൻ പാടില്ല, ആ രസം തൊടണ്ട, ആ ഹാപ്പി തീണ്ടണ്ട എന്ന് അല്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീണ്ടണ്ട, തൊടണ്ട, അനുഭവിക്കണ്ട. അത് ക്ഷമിച്ചോളണം, സബ്ർ ചെയ്തോളണം. എത്ര വശീകരിക്കപ്പെട്ടാലും, എത്ര ആകർഷിക്കപ്പെട്ടാലും, പടച്ചവനു വേണ്ടി പിടിച്ചു നിന്നവൻ, സ്വന്തം ഇച്ഛയെ പിടിച്ചു കെട്ടിയവൻ, അവൻ ആ പരലോകത്ത് വെച്ച് തിരിച്ചറിയും, പടച്ചോനെ, ആ ഇഷ്ടം ഒഴിവാക്കിയത് എത്ര നന്നായി. ഇഷ്ടത്തിനൊത്ത് ജീവിച്ച ആളുകളുടെ പോക്ക് കണ്ടോ? നാശത്തിലേക്ക്, മുഖീമായ ശിക്ഷയിലേക്ക്, ഒരു ഇടതടവില്ലാത്ത, അവസാനമില്ലാത്ത ഒരു ശിക്ഷയിലേക്ക് പോവുകയാണ് റബ്ബേ. അവരാണ് നഷ്ടക്കാര്. അവർക്ക് സ്വന്തം ആത്മാക്കളും ശരീരവും നഷ്ടമായി, സ്വന്തം കുടുംബവും നഷ്ടമായി. ഞാൻ എൻ്റെ ഇഷ്ടങ്ങൾ നിനക്കിഷ്ടമില്ലാത്തത് കൊണ്ട്, മാറ്റിവെച്ചത് കൊണ്ട് ഞാൻ സ്വർഗത്തിലുമായി. റബ്ബേ, ഞാനാണ് ഭാഗ്യവാൻ എന്ന് അവിടെ വെച്ച് വിശ്വാസികൾ പറയും എന്ന് റബ്ബ് സുബ്ഹാനഹു തആല പറയുക. ഞാൻ നരകത്തിൽ പോയാലോ? നരകത്തിൽ പോണതിന് മുമ്പത്തെ അവസ്ഥയാണ് ഈ പറഞ്ഞത്. നമ്മളങ്ങനെ തന്നെയാണ്. ശിക്ഷ കിട്ടുന്നതിൻ്റെ തൊട്ടു മുമ്പുള്ള അവസ്ഥ എന്തായിരിക്കും? ഒരാളെ തൂക്കിക്കൊല്ലുന്നതിൻ്റെ തൊട്ടു മുമ്പ്, ഒരാളുടെ കാര്യത്തിൽ ശിക്ഷ വിധി പറയുന്നതിൻ്റെ തൊട്ടു മുമ്പുള്ള മാനസികാവസ്ഥയാണ് അള്ളാഹു പറഞ്ഞത്. ഇനി വിധി പറഞ്ഞ് ശിക്ഷയിലേക്ക് കടന്നാലോ? റബ്ബ് സുബ്ഹാനഹു തആല പറയാണ്, അള്ളാഹു പഠിപ്പിക്കാണ്, ഇന്നല്ലദീന കഫറു ബി ആയാതിന, നിശ്ചയമായിട്ടും നമ്മുടെ ആയത്തുകളെ നിഷേധിച്ച് തള്ളിയവർ, സൗഫ നുസ്ലീഹിം നാറ, അവരെ നാം നരകത്തിലിട്ട് കരിക്കും. കുല്ലമാ നളിജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ. ആ നരകത്തിന്റെ തീ അവരുടെ ശരീരത്തിലേക്ക് പടർന്നു പിടിക്കുമ്പോ ഉരുകി, ആ തൊലികൾ ഉരുകി, അത് ഒലിച്ച് കരിഞ്ഞ് ശരീരത്തിലെ തൊലികളില്ലാതെ മാംസം മാത്രമായി നിൽക്കുന്ന സമയമുണ്ടല്ലോ. പൊള്ളിയവർ, തീപ്പൊള്ളലേറ്റവരെ നമ്മൾ കണ്ടിട്ടുണ്ടോ? ശരീരം തീപ്പൊള്ളലേറ്റ ആൾക്കാർ, അവര് മുഴുവൻ തൊലിയും പോയിട്ടുണ്ടാവും. വെളുത്ത് ചുവന്ന് ഒരു റോസ് കളറിൽ അവരുടെ ശരീരം കാണാം. തൊലി മാറി മാംസം മാത്രമാണ്. പക്ഷെ അവർക്ക് വേദന ഉണ്ടാവില്ല. തൊലി പോയാൽ സ്പർശനാനുഭവം ഉണ്ടാവില്ല, വേദന ഉണ്ടാവില്ല. മരണം ഉറപ്പാണ്. കാരണം എന്താ? വേദനയില്ലെങ്കിൽ അവർ മരിക്കും. നിശ്ചിത ശതമാനം തൊലി പോയി കഴിഞ്ഞാൽ അവർക്ക് വേദന ഉണ്ടാവില്ല, പക്ഷെ മരണം ഉണ്ടാവും. എന്തുകൊണ്ട്? ഇൻഫെക്ഷൻ ഉണ്ടാവും. തൊലി ശരീരത്തെ പല പ്രശ്നങ്ങളിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ചില വേദനകൾ അനുഭവിക്കുന്നത് തൊലി കൊണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞെന്തറിയോ? അങ്ങനെ തൊലി പോകുമ്പോൾ ഞാൻ പുതിയ തൊലി അവർക്ക് ഇട്ടുകൊടുക്കും. അവരുടെ ശരീരത്തിലെ തൊലികൾ കത്തിക്കരിഞ്ഞു പോകുമ്പോൾ നാം പുതിയ തൊലികൾ അവർക്ക് ഇട്ടുകൊടുക്കും. എന്തിന്? ലിയദൂഖു അദാബ്, ശിക്ഷ വീണ്ടും 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 കഠിനമായി അനുഭവിക്കാൻ, വേദന വീണ്ടും 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 അവരാസ്വദിച്ചു കൊണ്ടിരിക്കാൻ. ഇന്നല്ലാഹ കാന അസീസുൻ ഹകീമ, പടച്ചവൻ പ്രതാപവാനാണ്, പടച്ചവൻ യുക്തിമാനാണ്. വെല്ലുവിളിച്ച് ജീവിച്ചവനൊക്കെ അത് അല്ലാഹ് ആസ്വദിപ്പിച്ചു കൊണ്ടിരിക്കും. ഒന്നുമില്ല, നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ചു പോയി, അത്രേ ഉള്ളൂ. നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ചു പോയി. അങ്ങനെ ജീവിച്ചു പോയപ്പോൾ നമ്മൾ ചെയ്യേണ്ട പണി എന്തായിരുന്നു? അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയലായിരുന്നു. അതാണ് സംഭവിച്ചത്. ഇന്ന് ലെസ്ബിയൻ കപ്പിളായിട്ടും ഗേ സെക്സിലൊക്കെ പോയി എയർപോർട്ട് ട്രാൻസ്ജെൻഡറുമായി നടക്കുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, അവർക്കൊരു തെറ്റുപറ്റി, അള്ളാഹുവെ പൊറുത്തരണേ, ഞങ്ങൾ മടങ്ങിയിരിക്കുന്നു എന്ന് പറയേണ്ടതിന് പകരം ആ ലെസ്ബിയൻ സെക്സിനെ
TV ഷോകളിൽ വന്നു നിന്ന് ന്യായീകരിച്ച് അതിനെ നോർമലൈസ് ചെയ്ത് ആളുകളുടെ ചിന്തകളിലേക്ക് ചില ഫിലോസഫികൾ അടിച്ചു കയറ്റിയിട്ട് ഇതൊരു വ്യക്തി സ്വാതന്ത്ര്യമാണ്, ഹ്യൂമൻ റൈറ്റ്സ് ആണ് എന്ന് സ്ഥാപിക്കാൻ നടന്നു. ഞാൻ പറഞ്ഞത്, ഞാൻ വ്യഭിചരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ റബ്ബിനോട് പറയണം, പടച്ചോനെ പുറത്തരണം. അല്ല എന്നെ പറഞ്ഞതെന്താ? അല്ല പറഞ്ഞതെന്താ? വല്ലദീന ഇദാ ഫഅലു ഫാഹിശതൻ, അവരൊരു ഫാഹിശത്ത് ചെയ്താൽ, മ്ലേച്ഛവൃത്തി ചെയ്തു പോയാൽ, ഔ ളലമു, അല്ലെങ്കിൽ അവർ അക്രമം ചെയ്തു പോയാൽ, അൻഫുസഹും, പടച്ചവനോ സ്വന്തം ശരീരത്തോട് അവർ അക്രമം ചെയ്തു പോയാൽ, ഫാഹിശത്ത് ചെയ്തു പോയാൽ, ആര്? വിശ്വാസികൾ. വിശ്വാസികൾ ഫാഹിശത്ത് ചെയ്യും, പറ്റും, സംഭവിക്കും. മുഅ്മിനീങ്ങളും ഫാഹിശത്ത് സംഭവിക്കും, അവരിലും മ്ലേച്ഛവൃത്തികൾ സംഭവിക്കും, അവരിലും ളലമു അൻഫുസഹും, സ്വന്തത്തോട് അക്രമം ചെയ്തു പോവും, പാപം ചെയ്തു പോവും, മഹാപാപം ചില പറ്റിയേക്കും. ആരുടെ കയ്യിൽ? വിശ്വാസികളുടെ കയ്യിൽ. വിശ്വാസികളുടെ പ്രത്യേകത എന്താ? അങ്ങനെ പറ്റിക്കഴിഞ്ഞാൽ ദക്കറുല്ലാഹ്, പടച്ചവനെ പറ്റി അവർക്ക് ഓർമ്മ വരും, പടച്ചവനെ പറ്റി പിന്നീട് അവർക്ക് ഓർമ്മ വരും. ഫസ്തഗ്ഫിറൂ ലിദുനൂബിഹിം, സ്വന്തം പാപത്തെപ്പറ്റി പടച്ചവനെ പൊറുക്കണേ, സംഭവിച്ചു പോയി നാഥാ എന്ന് പറഞ്ഞിട്ട് അവർ പശ്ചാത്തപിച്ചു. അല്ലാതെ അവരെന്ത് ചെയ്യില്ല. ഇതൊരു തത്വശാസ്ത്രമാക്കി, ഐഡിയോളജിയാക്കി, ഇതൊക്കെ പിന്നെ മനുഷ്യന്റെ ഹ്യൂമൻ റൈറ്റ്സ് ആണ്, മനുഷ്യാവകാശങ്ങളാണ്, ഇത് പുതിയ കാലഘട്ടത്തിന്റെ ചിന്തയാണ്, പിന്തിരിപ്പൻ ചിന്തയല്ല എന്നെല്ലാം പറഞ്ഞ് ലെസ്ബിയൻ കപ്പിൾസും ഗെയ് കപ്പിൾസും ഒക്കെ എന്താവുക, ഒരു നോർമലൈസ് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് നടത്തുന്ന ഏർപ്പാട് അവർക്കില്ല, വിശ്വാസികൾക്കില്ല. തെറ്റവർക്ക് പറ്റും, അവർ മഹാപാപങ്ങളിൽ പോയി വീഴും, വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പറ്റും. പക്ഷേ അവർ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങും. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, കുല്ലുക്കും ഖതാഊൻ, നിങ്ങൾ മനുഷ്യരെ, നിങ്ങളെല്ലാം പാപികളാണ്, നിങ്ങളെല്ലാം തെറ്റുപറ്റുന്നവരാണ്. വഖൈറുൽ ഖത്താഈന തവ്വാബൂൻ, നിങ്ങളിൽ ഉത്തമരാരെന്നറിയുമോ? പാപം പറ്റിയിട്ട് പശ്ചാത്തപിച്ചു. നിങ്ങളെ കൂട്ടത്തിൽ തെറ്റുപറ്റാത്തൊരു കുഞ്ഞില്ല. മഅസൂമീങ്ങൾ ആരേ ഉള്ളോ? അമ്പിയാക്കന്മാരേ ഉള്ളോ? ഒരു തെറ്റും പറ്റാത്തവരാരേ ഉള്ളോ? മലായിക്കകളാണ്, മലായിക്കത്തുകളാണ്. ബാക്കിയുള്ളവരൊക്കെ തെറ്റുപറ്റും, പല തവണ പറ്റും. പക്ഷേ അത് പറ്റുമ്പോ എന്നാ പിന്നെ ഏതായാലും നനഞ്ഞ് ഇനി കുളിച്ച് കയറാം, അതുകൊണ്ട് ഏതായാലും ഞാൻ വേണ്ടാവൃത്തിയിൽ പെട്ടുപോയി, ഇനി ഇതിനെ ശാസ്ത്രീയമാക്കണം, ഇനി ഇതിനെ ആളുകളിലേക്ക് നോർമലൈസ് ചെയ്യണം, എന്നിട്ട് ആളുകളെ പ്രേരിപ്പിക്കണം, ഞാൻ ചെയ്ത പോലെ കുറെ പാപികളെ ഉണ്ടാക്കണം, എന്റെ പോലത്തെ കുറെ പാപികൾ സൊസൈറ്റിയിൽ ഉണ്ടാകുമ്പോൾ സമൂഹം ഇത് നോർമലായിട്ട് കാണും. ഈ ചിന്തയിലേക്ക് പോകുന്നു. ഈ ചിന്തയിലേക്ക് പോയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നു, അവന് രക്ഷയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ ഇഷ്ടവും പൊരുത്തവും നോക്കിയിട്ട് സ്വന്തം ഇഷ്ടങ്ങളെ ആസ്വദിക്കുന്നവരുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബിന് ഇഷ്ടമില്ലാത്ത സ്വന്തം ഇഷ്ടങ്ങൾ ത്യജിക്കാനുള്ള ശക്തിയും ഈമാനും അള്ളാഹു നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി വസ്സലാത്തു വസ്സലാമു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനൽ ഹബീബി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി അർഹതക്കനുസൃതമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മുടെ പള്ളിയിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ധാരാളം യാചകരായ ആളുകളെ കാണാം. ആ നിൽക്കുന്ന ആളുകൾ മുഴുവൻ കൃത്യമായ അർഹരായ ആളുകളല്ല എന്ന് നമുക്കെല്ലാം അറിയാം. പക്ഷെ നമ്മുടെ മുമ്പിൽ കൈനീട്ടിയിട്ട് എങ്ങനെ കൊടുക്കാതിരിക്കും എന്നൊരു പ്രശ്നം മനസ്സിൽ കരുതിയിട്ട് നമ്മളത് കൊടുക്കുന്നു. നിങ്ങൾക്കെല്ലാം അറിയാം, ഇതിൻ്റെ തുടക്കത്തിൽ 1 or 2 ആളാണ് ഉണ്ടായത്. ഇന്ന് ആ വരി നിറഞ്ഞു നിൽക്കുകയാണ്. കാരണം ആളുകൾ ധാരാളം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് പലരും ഇതൊരു പ്രൊഫഷനായി സ്വീകരിച്ച ആളുകളാണ്. നിങ്ങൾക്കറിയാലോ, അവരെ കണ്ടാൽ തന്നെ അറിയാലോ. നിങ്ങൾ അർഹരായ ആളുകളിലേക്ക് കൊടുക്കേണ്ട സദഖയാണ്. ഇത് സമ്പാദിച്ച് ഇതിൻ്റെ ഓഹരി, ഇതിൻ്റെ പിന്നെ ബാക്കി കുറച്ച് ഭാഗം വേറെ ടീമിന് കൊടുത്തു മദ്യപിച്ചും മയക്കുമരുന്ന് ഉപയോഗിച്ചൊക്കെ ജീവിക്കുന്ന ആളുകളാണ്. ഇവരെ പലരെയും
ഇവരുടെ വൈകുന്നേരങ്ങളിൽ നിങ്ങളൊന്ന് പോയി കണ്ടാൽ ഈ ഉണ്ടാക്കിയ പൈസയും കൊണ്ട് കള്ളും കുടിച്ച് തെരുവിൽ കിടക്കുന്ന നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവർ അർഹരല്ല. ഇവർക്ക് വേണ്ടുന്ന രക്ഷാകേന്ദ്രങ്ങൾ ഗവൺമെന്റ് തലത്തിലുണ്ട്. അവിടെ പോകാൻ കൂട്ടാക്കാതെ വലിയ സമ്പാദ്യം സമ്പാദിക്കാനുള്ള ഒരു മാർഗമായിട്ട് ഇതിനെ തെരഞ്ഞെടുത്ത ആളുകളാണ് അവിടെ നിൽക്കുന്നത്. നമ്മൾ പ്രോത്സാഹിപ്പിക്കരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ കുതിരപ്പുറത്ത് നിന്നിട്ട് കൈ നീട്ടിയാലും കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഹദീസ് പറയുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, കുതിരപ്പുറത്ത് നിന്ന് കൈ നീട്ടി അനർഹന് കൊടുക്കാനല്ല പറഞ്ഞത്. മറിച്ച് കുതിരപ്പുറത്ത് വന്ന് കൈനീട്ടിയ ആഢ്യത്വമുള്ളവൻ അവൻ അർഹനായ സാഹചര്യമാണെങ്കിൽ കൊടുക്കണം എന്നാണ്. അനർഹരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തിട്ടില്ല. റസൂലുള്ളാഹിന്റെ അടുത്ത് വിട്ട് എന്തെങ്കിലും തരണ നബി എന്ന് ചോദിച്ച ആളോടാണ്, നിനക്ക് ആരോഗ്യമില്ലേ? ഉണ്ട്. റസൂലുള്ളാഹി ഒരു കോടാലി കൊണ്ടുവരാൻ പറഞ്ഞു, അത് കൊടുത്തു. മരം പോയിട്ട് വെട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു, കൊണ്ടുവന്നു. അതുകൊണ്ട് അങ്ങാടി കൊണ്ട് വിൽക്കാൻ പറഞ്ഞു, വിറ്റു, പൈസ കിട്ടി. അതുകൊണ്ട് ജീവിക്കുക എന്ന് പഠിപ്പിച്ചു. ഈ ആളുകളോട് യാചിച്ച് ജീവിക്കുന്ന സമ്പ്രദായത്തെ ഒന്ന് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. രണ്ട്, ഇത് നമ്മുടെ നാട്ടിൽ നമുക്കെല്ലാം അറിയാം, ഇത് മാഫിയകളാണ്, ഭിക്ഷാടന മാഫിയകളാണ്. ഗവൺമെന്റ് തലത്തിലും NGO തലങ്ങളിലൊക്കെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ധാരാളം നോട്ടിഫിക്കേഷൻസ് നമുക്കെല്ലാം ലഭിച്ചിട്ടുണ്ട് വ്യത്യസ്ത രൂപത്തിൽ. ഇത് മാഫിയകളാണ്. ഇതിന് ചില ഏജന്റുകളുണ്ട്. ഇവർ സമ്പാദിക്കുന്നതിന്റെ ഒരു ഓഹരി ആ ഏജന്റിനാണ്. കമ്മീഷൻ അടിസ്ഥാനത്തിൽ നടക്കുന്ന കച്ചവടമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ പലരെയും നിങ്ങൾ അന്വേഷിച്ചു പോയി നോക്കൂ. ഇവിടെയുള്ളൊരു സ്ത്രീയെ ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നവരെ കാണുന്നതിന് മുമ്പ് വൈറ്റിലെ സലഫി മസ്ജിദിന്റെ താഴെ പിന്നെ അവർ മദ്യപിച്ചിട്ട് അവിടെ വീണ് ആളുകൾ ചുറ്റും കൂടിയിട്ടാണ് ഞാൻ അവരാദ്യമായിട്ട് കാണുന്നത്. അവരെന്നോട് എപ്പോഴും കൈ നീട്ടാറുണ്ട്. എനിക്കപ്പോൾ ആ മുഖം ഓർമ്മ വരും. അവർ മദ്യപിച്ച് ആ വൈറ്റിലെ സലഫി മസ്ജിദിന്റെ അവിടെ വന്ന് വീണത് ഞാൻ കണ്ടിട്ടുണ്ട്. അവരാണ് ഇവിടെ പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത്. ഞാൻ ചോദിക്കുന്നത്, എത്രയോ കാര്യങ്ങൾ ന്യൂസുകളിലൂടെയും മറ്റു പല രൂപത്തിലും നമുക്ക് അവയർനെസ് നൽകി ഈ മാഫിയകളെ പറ്റിയിട്ട്, എന്നിട്ട് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുക. നിങ്ങൾ കൊടുക്കുന്നത് ഏതെങ്കിലും അർഹരായ, പ്രത്യേകിച്ച് യാചിക്കാൻ വരാത്ത അർഹരെ കണ്ടുപിടിച്ച് കൊടുക്കുക. അവർക്ക് കൊടുക്കുമ്പോഴാണ് പടച്ചവൻ ഇരട്ടി കൂലി തരാം. യാചിക്കുന്നവൻക്കല്ല. ഫക്കീറും മിസ്കീനും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞപ്പോൾ ഫക്കീർ കൈനീട്ടും, മിസ്കീന് കൈനീട്ടൂല. പക്ഷേ ഫക്കീറിന്റെ അതേ അവസ്ഥയിലായിരിക്കും ആ കൈനീട്ടാത്ത പ്രയാസം അനുഭവിക്കുന്നവനെ അന്വേഷിച്ചു കൊടുക്കുക. അത്തരക്കാരിലേക്ക് നമ്മുടെ സമ്പാദിക്കുക. അല്ലാതെ വഴിയിൽ കണ്ട മാഫിയ സംഘങ്ങളെ വളർത്താൻ നമ്മളെ പണം ഉപയോഗിക്കരുത് എന്ന് ഓർമ്മപ്പെടുത്താണ്. ഇനിയും കൊടുക്കുന്നതനുസരിച്ച് ആളുകൾ ഇവിടെ അങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ആ കൂടിക്കൊണ്ടിരിക്കുക ആളുകൾക്കൊരു ശല്യമായി തീരും. അത് വലിയ പ്രശ്നമായിട്ട് മാറും. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ വിവേകപൂർണമായി ഇടപെടുക. കാര്യങ്ങൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ വെച്ച് മനസ്സിലാക്കുക. വേറെ വലിയ കാര്യങ്ങളിലൂടെ ഇത്തരം പറഞ്ഞ് ഇതിനൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നൊരവസ്ഥയിലേക്ക് പോകാതിരിക്കുക. റബ്ബ് സുബ്ഹാനഹു തആല വിവേകപൂർവ്വം ജീവിക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ ഇടപെടലുകളിലും ഇൽമും ഹിൽമും അറിവും വിവേകവും ഉള്ള രൂപത്തിൽ അള്ളാഹു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ആക്കി തീർക്കുമാറാകട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങളിലെ അനന്തര ഫലങ്ങൾ നമുക്കും സമൂഹത്തിനും മറ്റുള്ളവർക്കുമൊക്കെ ഗുണമുള്ളതാക്കി തീർക്കുമാറാകട്ടെ. ആളുകൾക്ക് നന്മയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ, നമുക്കും സ്വന്തത്തിന് നന്മയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത എല്ലാ ഇഷ്ടങ്ങളെയും ഉപേക്ഷിക്കാൻ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബിൻ്റെ പൊരുത്തമുള്ള ഇഷ്ടങ്ങൾ മാത്രം ജീവിതത്തിൽ സ്വീകരിക്കാനുള്ള കരുത്തും ഈമാനും ഇൽമും അള്ളാഹു നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പാപരഹിതമായ ജീവിതം നയിച്ച് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന സൗഭാഗ്യവന്മാരിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ഒന്നൊഴിയാതെ ചെറുതും വലുതുമായ മഹാപാപവും ചെറിയ പാപങ്ങളിലും ഉൾപ്പെടുന്ന എല്ലാ പാപങ്ങളും റബ്ബ് ഈ നിമിഷം നമ്മുടെ ഇസ്തിഗ്ഫാർ സ്വീകരിച്ച് നമുക്കെല്ലാം പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ ദുആകൾ കൊണ്ട് വസിയത്ത് ചെയ്ത ചില സഹോദരന്മാരുണ്ട്. അവരുടെ കുറേ ആവശ്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു അവരുടെ സ്വാലിഹായ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആല അവർക്കെല്ലാം ബർക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അവരുടെ ദുആകൾ കൊണ്ട് അവർക്ക് ഇഹത്തിലും പരത്തിലും ഗുണമുള്ള അവസ്ഥ പ്രദാനം ചെയ്യുമാറാകട്ടെ. ഫലസ്തീനിലെ നമ്മുടെ സഹോദരന്മാർക്ക് അള്ളാഹു സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വീണ്ടും അവിടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന കരാറുകളെല്ലാം കാറ്റിൽ പറത്തിയിട്ട് അന്താരാഷ്ട്ര മര്യാദകളെല്ലാം
കൈവിട്ടുകൊണ്ട് ഏറ്റവും മോശപ്പെട്ട തെമ്മാടിത്തം കാണിച്ചു കൊണ്ടിരിക്കുന്നവരെ അല്ലാഹു സുബ്ഹാനഹു തആല നിലക്ക് നിർത്തുമാറാകട്ടെ. അവൻ്റെ ശിക്ഷയും ശാപവും അവരുടെ മേൽ വർഷിക്കുമാറാകട്ടെ. അവരിൽ നിന്ന് പിന്തിരിഞ്ഞ് മാറിപ്പോയവരല്ലാത്തവർക്കെല്ലാം അല്ലാഹു ജനങ്ങൾക്ക് മാതൃകയാകുന്ന വിഷയം പോലെ അവരുടെ മേൽ അല്ലാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وآخر دعوانا الحمد لله رب العالمين والصلاة والسلام على خاتم الأنبياء والمرسلين.